ക്ലാസിക് ശൈലിയിൽ കഥ പറയാൻ സാധിച്ച ഈ ഒരു സിനിമയുടെ വിജയത്തിൽ കൊപ്പോളയുടെയും മരിയോ പുസോയുടെയും പങ്ക് വളരെ വലുത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലൊന്നാണ് അതിലെ കഥാപാത്രങ്ങൾ. ദി ഗോഡ് ഫാദർ എന്നീ സിനിമയിലെ വിറ്റോ കോർലിയോൺ, മൈക്കൽ കോർലിയോൺ, സണ്ണി കോർലിയോൺ പോലുള്ള ധാരാളം കഥാപാത്രങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ആ ക്യാരക്ടേഴ്സിന്റെ എല്ലാം കോംപ്ലക്സിറ്റി, ഡെപ്ത്, ഡെവലപ്മെന്റ് എല്ലാം തന്നെ സിനിമയിലുടനീളം കാണിക്കുന്നുണ്ട്. ഓരോ സീനിലും ഓരോ കഥാപാത്രങ്ങളുടെയും പ്രസൻസ് കാണിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു സത്യം. മാത്രമല്ല മാർലോൺ ബ്രാൻഡോ, എൽ പച്ചീനോ, ജെയിംസ് കാൻ, റോബർട്ട് ഡെനീറോ പോലുള്ള വലിയ വലിയ നടന്മാരുടെയൊക്കെ അഭിനയ പ്രകടനങ്ങൾ ഗോഡ്ഫാദർ 1ലൂടെയും 2ലൂടെയുമായി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സിനിമയുടെ ആർട്ടിസ്റ്റിക് ബ്രില്യൻസിനെ നന്നായി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൊപ്പോളയുടെ സംവിധാനത്തിനോടൊപ്പം ഗോർഡൻ വില്ലിസിന്റെ സിനിമാറ്റോഗ്രഫിക്കും നിനോ റോട്ടയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും സാധിച്ചു.